ഇല്ലാണ്ട് എന്തിനാ പൂടാ നിൽക്കുന്നത്? ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോ അവര് കുറച്ചധികം പൂ വാങ്ങിന്, അപ്പൊ കുറച്ച് എനിക്ക് തന്നതാ. കാണുന്നവരൊക്കെ വിചാരിച്ചോട്ടെ നമുക്ക് ഓണമൊക്കെ ഉണ്ട്, ആഘോഷിക്കുന്നൊക്കെ ഉണ്ട്, പൂവൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ഇന്ന് ഓണായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. നിനക്കറിയില്ല, എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. എത്ര കാലമായി കൈ വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വീടിന്റെ ഓണർ വന്നിട്ട് എന്തൊക്കെയാ ഇന്നലെ പറഞ്ഞതെന്നറിയോ? വാടക കൊടുക്കാഞ്ഞിട്ട് നമ്മൾ ഓണം എന്തായാലും വെള്ളത്തിലായി. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നമുക്ക് റേഷൻ പിടിയെന്ന് അരി കിട്ടിയില്ലേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാം. പിന്നെ നമ്മളിപ്പോ ഓണം ഒന്നും ആഘോഷിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ആക്കാം. എനിക്ക് നിന്റെ കാര്യം ആലോചിച്ചിട്ടാ വിഷമം. എനിക്കൊരു ഡ്രസ്സ് പോലും എടുത്തില്ലല്ലോ ഓണത്തിന്. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ അല്ലെങ്കിലും ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യമില്ല, നിങ്ങൾക്കറിയാലോ. നമുക്ക് നല്ല കാലം വരുമ്പോൾ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങാം. നിങ്ങൾ മരുന്ന് ഇന്നല്ലേ വാങ്ങണ്ടേ? ഞാൻ കുറച്ച് ചില്ലറയൊക്കെ ഒരു അളവിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എത്ര ഉണ്ട് അറിയില്ല, ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. എനിക്ക് മരുന്നൊന്നും വാങ്ങണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഡ്രസ്സ് വാങ്ങിച്ചോ? എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, ഞാനത് എത്ര ഉണ്ട് നോക്കിട്ട് വരാം. എത്ര ഉണ്ടെന്ന് അറിയില്ല, മരുന്ന് വാങ്ങാൻ തേഞ്ഞാ മതിയേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മരുന്നൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഇത് എത്ര കാലമായത് മാറണ്ടേ. ഒരാഴ്ചത്തേക്കുള്ളതിനും പറ്റും. രണ്ട് കുട്ടികൾ വരുന്നുണ്ടല്ലോ അങ്ങോട്ട്. എന്തൊക്കെയാണ് നാളത്തെ പരിപാടിയൊക്കെ റെഡിയൊക്കെ ഉണ്ട്. ഓണപ്പൂക്കൾ പറഞ്ഞ ഓണം. ആ എന്തൊക്കെയാ? അല്ല കയ്യിനെന്താ പറ്റിയേ? കൈയൊന്ന് വീണതാ. അതെ, ഇവിടെ മലർവാടി ക്ലബിന്റെ ഒരു ഓണപരിപാടിയാണ് നാളെ, ഓണാഘോഷം നാളെ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സംഭാവന ഒരു 200 രൂപയാ ഞങ്ങൾ വിചാരിക്കുന്നത്. അത് തരാൻ പറ്റുമോ നിങ്ങക്ക്? 200 രൂപയോ? എന്താ ചെയ്യാ? ഒരു 100 രൂപ പോലെ. ഓ ആ മതി. അപ്പൊ ശരി, നാളെ പരിപാടി കേട്ടോ. ആകെയുള്ള പൈസ കുട്ടിയെ കൊടുത്തില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാൻ? മരുന്ന് വാങ്ങി. സാരില്ല, മരുന്ന് പിന്നെ വാങ്ങിക്കാം. ചെറിയ കുട്ടികളല്ലേ, അവര് ഓണാഘോഷ പരിപാടിയൊക്കെ ആയിട്ട് വന്നല്ലേ. ഒരു കാറ് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടോ? ആ, ഇവിടെ ഇപ്പൊ ആരാ കാറിനൊക്കെ വരാൻ? നിങ്ങൾ പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും ആണോ? ദൈവമേ, ഇനിയിപ്പോ ഒന്നും കൊടുക്കാനില്ല ഇവിടെ. അതാരാ വീട്ടിലേക്ക് വരുന്നത്? നമുക്ക് അവരിങ്ങോട്ട് വരുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യം പറയും. ഇതാരാ വരുന്നത്? നമുക്ക് പരിചയമില്ലല്ലോ. വീട് മാറിയതായിരിക്കും. നമുക്ക് പറയാം, ഇവിടെ എല്ലാം പറയാം. ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും അന്തം വിട്ട് നിക്കണേ, എന്നെ മനസ്സിലായില്ലേ? അതിനോട്ടത് ഞാനാ, രമേശ് മാഷറിയില്ലേ പട്ടേരിയിലെ? രമേശ് മാഷ മൂത്ത മോളാ. അയ്യോ, മനസ്സിലായില്ലേ? ആ, നീ അങ്ങ് വലുതായല്ലോ. കാലങ്ങളായില്ലേ കണ്ടിട്ട്. ചെറുങ്ങനെ വീണതാ. എവിടെ? വീട്ടിൽ തന്നെ. അയ്യോ, നല്ല പൊട്ടലാണോ? ആ, ചെറുങ്ങനെ പൊട്ടുണ്ട്. 3 മാസം വരെ ആണോ? എന്താ ഓപ്പറേഷൻ വല്ലതും പറഞ്ഞോ? ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല. നിങ്ങൾ എവിടെയാ കാണിക്കുന്നത്? ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ. ഇവിടെ ഞാൻ ചെറുപ്പത്തില് എത്ര എടുത്തോണ്ട് നടന്നറിയോ? വാ കേറ്. ഇവിടെ എത്ര ചെറുപ്പത്തിൽ കണ്ടാന്നറിയോ? ഞാന് നമ്മുടെ പഴയ വീടാന്ന് വിചാരിച്ച അപ്പുറത്തോട്ട് പോയായിരുന്നു. അപ്പൊ അവരാ പറഞ്ഞു നിങ്ങളിങ്ങനെ വീടൊക്കെ മാറി ഇവിടെ വാടക വീട്ടിൽ വന്ന് നിക്കാന്നൊക്കെ. എന്താ പറ്റി? കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് വീടൊക്കെ വെക്കേണ്ടി വന്നു. ആകെ പ്രശ്നത്തില, ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറെ പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ അവനവന്റെ ജോലിയോ? ജോലിന്റെ കാര്യമൊന്നും പറയാത്തതല്ലേ. ഞാൻ കുറെ കാലം ഗൾഫിലായിരുന്നല്ലോ. അങ്ങനെ അവിടുന്ന് 2 വർഷത്തോളം എനിക്ക് സാലറി ഒന്നും ഇല്ലാതെ പണിയെടുക്കേണ്ടി വന്നു. അങ്ങനെ എങ്ങനെയോ അവിടുന്ന് നാട്ടിലേക്ക് എത്തി. നാട്ടിലെത്തിയപ്പോ ഞാൻ ഇവിടെ സ്വർണ്ണം എല്ലാം കൂടെ എടുത്തിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു, ഓട്ടോ. അത് എല്ലാം കൂടെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി. എന്നിട്ട്
പോയിട്ട് പിന്നെ അടവൊന്നും അടയ്ക്കാണ്ടായി. ഫിനാൻസുകാർ കൊണ്ടുപോയി. ഒന്നും പറയാത്തതാണല്ലേ. പിന്നെ നമ്മള് ചെറിയ വീട് ഒരുപാട് നോക്കി. ടൗൺ ഏരിയ ആയതുകൊണ്ട് വാടകയ്ക്ക് വേണ്ടി വലിയ വീട് മാത്രമേ കിട്ടിയുള്ളൂ. ഇതിന് തന്നെ ഇപ്പൊ മാസത്തിൽ ഒരുപാട് പൈസ ആവുന്നുണ്ട്. 6,000-7,000 രൂപയാവും. അത് തന്നെ 2 മാസം കണ്ടായി കൊടുക്കാത്ത. ബുദ്ധിമുട്ടിലാണല്ലേ. ഓണൊന്നും പ്രാവശ്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ. നമുക്ക് കുറച്ചു കാലമായിട്ട് ഈ ഓണവും വിഷുവൊന്നും ഇല്ല. അതൊന്നും ആഘോഷിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമുക്ക് ഈ ഓണം ആഘോഷിക്കാം. ഇതാ എന്റെ ചെറിയൊരു സമ്മാനം. ഇതൊന്നും വേണ്ട. ഏയ് എനിക്ക് പറ്റാവുന്ന രീതിയിലേ മേടിച്ചിട്ടുള്ളൂ. രണ്ടുപേർക്കും ചെറിയൊരു സമ്മാനം. ഇങ്ങനെ കൊണ്ടുവരാനൊന്നും അറിയില്ല. ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ. ഇനി നിങ്ങൾ അങ്ങോട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ജീവിക്കണ്ട. എന്റേതൊരു ചെറിയൊരു ബ്ലാങ്ക് ചെക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് എഴുതിയെടുത്തോളൂ. എനിക്കിപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജോലിയുണ്ട്. എന്നെ കൊണ്ടാവുന്ന രീതിയില് എന്തായാലും ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ, വേറൊന്നുമല്ല. നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കണ എനിക്കല്ലേ ഏറ്റവും സങ്കടം വരിക. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നാ ഹാപ്പി ഓണം. രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ. ഞാൻ ഇറങ്ങുവാണേ. ദൈവം അയച്ചതാണ്. ഈ വർഷത്തെ ഓണത്തെ കഴിച്ചു പൊളിക്കാം. എത്ര കാലമായില്ലേ നമ്മളൊരു പുതിയ ഡ്രസ്സ് കണ്ടിട്ട്. ഒരുപാട് വാങ്ങിയല്ലോ. എന്തായാലും ഇപ്രാവശ്യം ഓണമെങ്കിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അതെ.